കേരള ഗാന്ധി സ്മാരക നിധി രജത ജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായി പയ്യന്നൂർ ഗാന്ധി ഉത്സവ സംഘാടക സമിതി നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനി കെ മാധവനെ ആദരിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹത്തിലും ഉപ്പു സത്യാഗ്രഹത്തിലും പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന ഏക സമര പോരാളിയാണ് കെ മാധവൻ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ മലബാറിന്റെ വീരേതിഹാസം കെ മാധവേട്ടന്റെ മനസ്സിന് തളർച്ചയില്ല. 15ാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിൽ എടുത്തുചാടിയ അദ്ദേഹത്തിന് വയസ്സ് 97 സമരമുഖത്തിന്റെ ആവേശം ഒട്ടും ചോർന്നുപോയിട്ടില്ല. 1930 പയ്യന്നൂരിൽ കെ കേളപ്പന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന ഏക സമര പോരാളിയാണ് ഇദ്ദേഹം. പയ്യന്നൂരിലെ ഉളിയത്തുകടവിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിലെ 32 അംഗ വളണ്ടിയർമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയായിരുന്നു കെ മാധവൻ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് കെ കേളപ്പൻ, പി കൃഷ്ണപിള്ള, AKG എന്നിവർക്കൊപ്പം ജയിലിൽ കിടന്നു. പയ്യന്നൂരിൽ സംഘടിപ്പിച്ച ഗാന്ധി ഉത്സവത്തിൽ സംബന്ധിക്കാൻ സാധിക്കാത്തതിനാലാണ് സംഘാടക സമിതി വീട്ടിലെത്തി മാധവേട്ടനെ ആദരിച്ചത്. ചരിത്രപ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹ ഭൂമിയായ പയ്യന്നൂരിൽ വെച്ചായതുകൊണ്ട് ആ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക മഹത് വ്യക്തി മാധവേട്ടനായതുകൊണ്ട് ഈ മാധവേട്ടനെ പ്രത്യേകം ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ദൗർഭാഗ്യവശാൽ മാധവേട്ടന് നല്ല സുഖമില്ലാത്തതുകൊണ്ട് പയ്യന്നൂര് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ നവോത്ഥാന പോരാട്ട ചരിത്രത്തിലും മാധവേട്ടന് ഇടമുണ്ട്. നവോത്ഥാന കേരളത്തിന്റെ വളർച്ചയ്ക്ക് കാഹളമുഴക്കിയ ഗുരുവായൂർ സത്യാഗ്രഹം നടന്നിട്ട് ഈ കഴിഞ്ഞ കേരളപ്പിറവിയിൽ 80 വർഷം പിന്നിടുമ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന ഏക പോരാളി കൂടിയാകുന്നു മാധവേട്ടൻ. 17ാമത്തെ വയസ്സിലാണ് കേളപ്പജിയുടെ ആഹ്വാനപ്രകാരം കണ്ണൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പുറപ്പെട്ട ജാഥയിൽ അംഗമായത്. ചരിത്രത്തിന്റെ ഭാഗമായ സത്യാഗ്രഹ സമരങ്ങളിലും വിപ്ലവ മുന്നേറ്റങ്ങളിലും പങ്കാളിയായ കെ മാധവേട്ടനെ ആദരിക്കാൻ ഗാന്ധി ഉത്സവ സംഘാടക സമിതി ചെയർമാൻ KN കണ്ണോത്ത്, ജനറൽ കൺവീനർ കാരയിൽ സുകുമാരൻ തുടങ്ങിയവർ വീട്ടിലെത്തി.